നമസ്കാരം. ആർക്കാടാ കോടീശ്വരനാകേണ്ടത് എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളിയുടെ നിയമങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയില്ലെങ്കിൽ കളിക്കണ്ടാ. വഴിയെ പോകുന്നവർക്ക് മുഴുവൻ കേറി കളിക്കാൻ. ഇത് ഓൺലൈൻ റമ്മിയൊന്നുമല്ല, മനസ്സിലായോ? അപ്പോ ഈ ഹോട്ട് സീറ്റിലേക്ക് ആരാണ് വരുന്നതെന്ന് അറിയാനുള്ള ആദ്യത്തെ വേഗവിരൽ ചോദ്യത്തിലേക്ക് പോകാം. നാസയ്ക്ക് വേണ്ടി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്ത ആദ്യ മലയാളി സതീഷ് മേനോനെ മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് ആരംഭിക്കാം. ക്വസ്റ്റ്യൻ ഓൺ സ്ക്രീൻ. തനിമയിൽ പങ്കെടുക്കാനുള്ള അടിസ്ഥാന യോഗ്യത എന്ത്? എ കഴിവ്, ബി സാമ്പത്തികം, സി തൊലിക്കട്ടി, ഡി IMA മെമ്പർഷിപ്പ്. സമയം കഴിഞ്ഞിരിക്കുന്നു. ശരി ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. കഴിവില്ലെങ്കിൽ നമുക്ക് തനിമയിൽ പങ്കെടുക്കാം. ഇറക്കാൻ കാശും കയറാൻ തൊലിക്കട്ടിയും മതി. പക്ഷേ IMA മെമ്പർഷിപ്പ് അതില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഉണ്ടായിട്ട് എന്താ കാര്യം? ഓക്കെ, അപ്പൊ നമുക്കിനി വിജയെ സ്റ്റേജിലേക്ക് വിളിക്കാം. ദ വിന്നർ ഈസ് കാലാമ. കാലാമയോ? കമല എന്നായിരിക്കും. കമല ഹാരിസിലെ കമല. കരുത്തമ്മ, കാലാമ. എന്റെ കൊച്ചു മുതലാളി. കരുത്തമ്മ, ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്. ബിഹേവ് യുവർ സെൽഫ്. എന്റെ ഹേമ കമ്മിറ്റി കൺട്രോൾ തരണേ. കരുത്തമ്മയ്ക്ക് സുഖമാണോ? ഇങ്ങനെ ജീവിച്ചു പോകുന്നു. അല്ലെങ്കിലും മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. കൊച്ചു മുതലാളി ഗ്യാസ് ലൈറ്റിങ്ങിന് ശ്രമിക്കുകയാണോ? സോറി, ഞാൻ അങ്ങനെയൊന്നും. ആട്ടെ, വാട്ട് ആർ യു ഡൂയിങ് കരുത്തമ്മ? ഞാനൊരു കുക്കിംഗ് ചാനൽ നടത്തുന്നു. സീ ഫുഡാണ് മെയിൻ. ഒരു പാൻ ഇന്ത്യൻ ഫീല് കിട്ടാൻ വേണ്ടിയാണ് പേര് മാറ്റി കാലാമ എന്നാക്കിയത്. അത് വളരെ നന്നായി. കുക്കിങ്ങിനുള്ള മീനൊക്കെ എന്റെ കാശ് കൊണ്ട് വാങ്ങിയ വള്ളവും വലയും ഉപയോഗിച്ച് അച്ഛൻ പിടിച്ചു കൊണ്ടുവരുമായിരിക്കും അല്ലേ? അയ്യോ, മീനൊക്കെ ഞങ്ങൾ ലുലുവിൽ നിന്നാണ് വാങ്ങുന്നത്. ചെമ്പൻകുഞ്ഞ് അച്ഛനിപ്പോ കടലിലൊന്നും പോകാറില്ല. ആ കാലമാടനിപ്പോ ഞാനിവിടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ കടലിലൊന്നും പോകാറില്ലെന്ന് കേട്ടു. എന്താണ് ചിമ്പൻകുഞ്ഞിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഓ, ഇനി എന്റെ ഫ്യൂച്ചറാ സാറേ. ഇന്ന് കിട്ടണ സമ്മാനത്തെ കൊണ്ട് കടാപ്പുറത്ത് ചെറിയൊരു കുടില് കെട്ടണം. എന്നിട്ട് ഓയോ റൂംസിന് കൊടുക്കണം. ഈ കുടിലൊക്കെ ആര് താമസിക്കാനാടോ? കുടിലൊക്കെ പാവപ്പെട്ടവർക്കാണല്ലോ. കാശുള്ളവരൊക്കെ ഇതിന്റെ റിസോർട്ടെന്നാ വിളിക്കുന്നേ. മനുഷ്യന്റെ തലവര മാറാൻ അധികം സമയമൊന്നും വേണ്ട. കരുത്തമ്മ ഗോസ്റ്റിംഗ് ചെയ്തു പോയ വിഷമത്തിൽ ഞാൻ കടപ്പുറത്ത് പാടി പാടി നടക്കണത് ഏതോ ഒരുത്തൻ വീഡിയോ എടുത്തിട്ടു. സംഭവം വൈറലായി. അങ്ങനെ എനിക്ക് ജോലിയുമായി. കരുത്തമ്മയ്ക്ക് ഇന്ന് കുറെ കാശ് കിട്ടട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരട്ടെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ആർക്കാടാ കോടീശ്വരനാകേണ്ടത്? ക്വസ്റ്റ്യൻ നമ്പർ 1 ഓൺ സ്ക്രീൻ. ഏകദിനത്തിൽ ഏറ്റവും അധികം റൺസ് നേടിയിട്ടുള്ള ഇന്ത്യൻ ബാറ്റിംഗ് ജോഡി ഏതാണ്? എ സേവാങ് സച്ചിൻ, ബി ശിഖർ രോഹിത്, സി സച്ചിൻ ഗാംഗുലി, ഡി രോഹിത് കോഹ്ലി. ഓപ്ഷൻ സി സച്ചിൻ ഗാംഗുലി. ഉറപ്പാണോ? അതെ, പളനി ഒരു ക്രിക്കറ്റ് ഭ്രാന്തനാ. കരുത്തമ്മേ. സതീശ, സി സച്ചിൻ ഗാംഗുലി. പൂട്ടിക്കോ. ഉത്തരം ശരിയാണ്. കരുത്തമ്മ 5 ലക്ഷം രൂപ നേടിയിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും അധികം തവണ ജോഡിയായി അഭിനയിച്ച നായികന്മാർ ആരാണ്? എ നസീർ ഷീല, ബി മോഹൻലാൽ ശോഭന, സി മധു ശ്രീവിദ്യ, ഡി ദിലീപ് കാവ്യ മാധവൻ. എനിക്കൊരാളോട് ചോദിക്കണം. പളനിയോടായിരിക്കും. അല്ല, പിന്നെ എന്റെ മാത്തുക്കുട്ടി ചായൻ. അതേതാ ആ ഫ്രണ്ട് അല്ല, ബെസ്റ്റിയാ. കരുത്തമ്മേ. സതീശ, മാത്തുക്കുട്ടിയെ വിളിക്ക്. ഹലോ മാത്തുക്കുട്ടി, കരുത്തമ്മ ഇപ്പൊ എന്നോടൊപ്പം ഉണ്ട്. എങ്കിൽ നീ തന്നെ വെച്ചു. ആർക്കാടാ കോടീശ്വരനാകേണ്ടത് പരിപാടിയിൽ നിന്നും പരീക്കുട്ടിയാണ് സംസാരിക്കുന്നത്. ഷോറി, പറയൂ മിസ്റ്റർ പരീക്കുട്ടി. ഞാൻ കരുത്തമ്മയ്ക്ക് കൊടുക്കാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മാത്തുക്കുട്ടി ചായ. കരുത്തമ്മ. മാത്തുക്കുട്ടി ചായ പറ. കരുത്തമ്മ പറ. മാത്തുക്കുട്ടി ചായൻ പറ. നിങ്ങൾ വിഷയത്തിൽ നിന്നും തെന്നി മാറുന്നു. അയ്യോ, അത് ഞാൻ മറന്നുപോയി. ഏറ്റവും അധികം തവണ ജോഡിയായി അഭിനയിച്ച നായികന്മാർ ആര്?
എ നസീർ ഷീല. ബി അമ്പടി കെമി. അത് തന്നെ. ഉറപ്പാണോ? പിന്നെന്താ സംശയം? അവരുടെ പേരിൽ ആ ഗിന്നസ് റെക്കോർഡ് വരും. എന്ത് ചെയ്യണം? നസീർ ഷീലയ്ക്ക് പൂട്ടിടണം. അത്രയ്ക്ക് വിശ്വാസമാണോ? ബെസ്റ്റി ചതിക്കില്ല. കരുത്തമ്മേ. സതീശ, നസീർ ഷീല പൂട്ടിക്കോ. ഉത്തരം ശരിയാണ്. കരുത്തമ്മ 10 ലക്ഷം രൂപ നേടിയിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏറ്റവും പോപ്പുലർ കോമ്പിനേഷൻ ഏത്? എ ജിൻ ആൻഡ് ടോണിക്, ബി റം ആൻഡ് കോക്ക്, സി വോഡ്ക വിത്ത് സ്പ്രൈറ്റ്, ഡി വിസ്കി വിത്ത് ഐസ്. എനിക്കിവരുടെ സഹായം വേണം. ഓഡിയൻസ് പ്ലീസ് കാസ്റ്റ് യുവർ വോട്ട്സ്. ബി റമ്മാൻ കോക്ക് പൂട്ടിയാട്ടെ. സതീശ, ബി റം ആൻഡ് കോക്ക്. കുറച്ച് ക്രീമി ലെയർ ഡോക്ടർമാരുടെ വോട്ട് വിസ്കിക്ക് കിട്ടിയിരിക്കാം. സ്ത്രീകൾ കൂടുതലും വോട്ട്ക്കാണ് കുത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ വന്ന വഴി മറക്കാത്ത എല്ലാവരും തിരഞ്ഞെടുത്തത് ശരി ഉത്തരമായ റം ആൻഡ് കോക്കാണ്. കരുത്തമ്മ 50 ലക്ഷം അടിച്ചിരിക്കുന്നു. അടുത്തത് അവസാനത്തെ ചോദ്യമാണ്. ഇവയിൽ ആര് തമ്മിലുള്ള ബോണ്ടിംഗ് ആണ് ഏറ്റവും ശക്തം? എ അനസ്തേഷ്യ റേഡിയോളജി, ബി അനസ്തേഷ്യ ഓർത്തോപീഡിക്സ്, സി അനസ്തേഷ്യ സർജറി, ഡി അനസ്തേഷ്യ ഗൈനക്കോളജി. സമയം തീരാറായി. ഒരു ലൈഫ് ലൈൻ ബാക്കിയുണ്ട്. അതെടുക്കാം. സതീശ 50-50. 2 തെറ്റുത്തരങ്ങൾ മായ്ച്ചു കളയൂ. അനസ്തേഷ്യ ഒത്തുപോകുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജിയേട്ടാ. സതീശ, ചില സാങ്കേതിക കാരണങ്ങളാൽ നമ്മുടെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കരുത്തമ്മ അങ്ങനെ ഇത്ര വലിയ തുക വിജയിക്കുന്ന ആദ്യത്തെ മത്സരാർത്ഥിയായിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ്. കരുത്തമ്മയ്ക്കുള്ള ചെക്ക് നൽകുവാൻ ഞങ്ങളുടെ ചാനൽ MD ക്ഷണിച്ചുകൊള്ളുന്നു. ഇതെങ്ങനെ ശരിയാവും? ഒന്നുകിൽ അടുത്ത ചോദ്യം ചോദിക്കണം, അല്ലെങ്കിൽ 1 കോടി തരണം. ഇയാളെപ്പോഴാണ് ചാനൽ വാങ്ങിയത്? ഒരു ബന്ധു പറ്റിച്ചതാ. അയാൾ അണ്ണനെ കൊണ്ട് ഈ പൊട്ടിപ്പൊളിഞ്ഞ ചാനൽ വാങ്ങിപ്പിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോ മറ്റേ സീരിയൽ തുടങ്ങി. ചന്തിക്ക് തേക്കണ കുമ്മായം, ഹേ അന്തിക്ക് പൂക്കണ ചെമ്മാനം. അത് തന്നെ. പിന്നാലെ ഈ ക്വിസ് പരിപാടി. ചാനൽ 1 ഹിറ്റ്. ആ കൂടെയുള്ളതാരാ? അമ്പാൻ പഠിക്കാൻ പോയപ്പോ പകരം വന്നതാ അംബാനി. അമ്പാൻ പഠിക്കാൻ പോയോ? കോസ്റ്റ്യൂം മാറ്റിയതിനു ശേഷം അണ്ണൻ ഇപ്പൊ എഡ്യൂക്കേഷൻ ഭയങ്കര നിർബന്ധ. ഒന്നുകിൽ കിട്ടിയ 50 ലക്ഷവുമായി കരുത്തമ്മയ്ക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് പോകാം. പക്ഷെ സതീശം പണി മുടക്കിയത് കൊണ്ട് അടുത്ത ചോദ്യം ഇതുവരെയുള്ള ചോദ്യങ്ങൾ പോലെ ആവില്ല. അതെന്തായിരിക്കുമെന്ന് അണ്ണൻ തീരുമാനിക്കും. അവസാനത്തെ ചോദ്യം അണ്ണന്റെ ഡംഷറാട്സ് ആണെങ്കിൽ പൊളിക്കും. ചേച്ചിയുടെ പൈസയും പോവും, ജീവനും പോവും. ഇവിടെ ഇപ്പൊ 3 പാട്ടുകൾ കേൾപ്പിക്കും. ഏറ്റവും അവസാനം ഒരു ചോദ്യം ചോദിക്കും. ഉത്തരം തെറ്റിയ ഓട്ട പൈസ തരില്ല. ഓക്കെനാ? എടാ മോനെ, സൂപ്പർ. വേണ്ട മോനെ, നമുക്ക് കിട്ടിയത് കൊണ്ട് പോകാം. ഇല്ലച്ചാ, മുന്നോട്ട് വെച്ച കാൽ ഇനി പിന്നോട്ടില്ല. അതെന്താ, വാദത്തിന്റെ അസ്കതയുണ്ടോ? ഇല്ല, ഇന്ന് ജിമ്മിൽ ലെഗ് ഡേ ആയിരുന്നു. ചളിയടിച്ചു നിൽക്കാതെ നിങ്ങൾ ചോദ്യം ചോദിക്കിൻ. അങ്ങനെ കരുത്തമ്മേ ഒരു ഫെമിനിസ്റ്റ് അല്ല, സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമൺ ആയി. വെരി ഗുഡ്. പരിപാടി തുടങ്ങിക്കോ. അമ്പാൻ, ഷലായ്. സൂപ്പർമാൻ.
പശ്ചാത്തലമായി വരുന്ന സിനിമകളിലെ 3 പാട്ടുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. മലയാളികളുടെ ജീവിതത്തിന്റെ ഭാഗമായ ഈ പാട്ടുകളിൽ ഒന്നിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മലയാളി അല്ലാത്ത ഒരാളാണ്. ഏതാണ് ആ പാട്ട്? ആരാണ് ആ കലാകാരൻ? ലൈഫ് ലൈൻ കഴിഞ്ഞു. സമയം കഴിയാറായി. ഉത്തരം കാതിൽ തേൻമഴയായി. ഉറപ്പാണോ? കാതിൽ തേൻമഴയായി എഴുതിയത് ONV കുറുപ്പാണ്. ചെമ്മീൻ സിനിമയുടെ സംഗീത സംവിധായകൻ തന്നെയാണ് ഇതിന്റെയും. ബംഗാളിയായ സലിൽ ചൗധരി. കരുത്തമ്മ പറഞ്ഞ ഉത്തരം വളരെ വളരെ ശരിയാണ്. ആകാശവാണിക്ക് സ്തുതി. You have won 1 crore rupees. നീ നന്നായി ബാ. ആ ചെക്ക് കിട്ടിയല്ലോ. മാള് വാ, നമുക്ക് പോവാം. സോറി അച്ഛാ, ഞാൻ വരുന്നില്ല. വരണില്ലേ? പിന്നെ നീ എന്നാ ചെയ്യാൻ പോവാ? ഞാൻ എന്റെ കൊച്ചു മുതലാളിയുടെ കൂടെ പോകുന്നു. അപ്പ പളനി? പളനിക്ക് ഞാനൊരു ബ്രേക്കപ്പ് മെസ്സേജ് അയച്ചോളാം. ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിന് കടൽ ചെക്കെന്ന് പേര് വിട്ട് ബോട്ടിൽ പോകണ വീഡിയോ പിടിക്കാനായിട്ട് ട്രൈപോഡിനും റിംഗ് ലൈറ്റിനും പവർ ബാങ്കിനും വില പറഞ്ഞു നിൽക്കണ അവനോട് ഞാൻ എന്നാ പറയും മോളെ? അത് വാങ്ങാനുള്ള പണം ഞാൻ കൊടുക്കാം. പക്ഷേ കൊളാബ് ചെയ്യാൻ എന്നെ പ്രതീക്ഷിക്കരുതെന്ന് പറയണം. ഇനി മുതൽ എന്നെ ഒരു പെങ്ങളായിട്ട് കാണാനും അച്ഛൻ അയാളോട് പറയണം. ആദ്യം അങ്ങനെ കണ്ടിട്ട് ഇനി ഇങ്ങനെ കാണാൻ പറഞ്ഞ അത് നടക്കണ കാര്യമാണ്. അതൊക്കെ പണ്ടായിരുന്നു അച്ഛാ. ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ വിട്ടുപോരുന്നതാണ് നല്ലതെന്ന് ഇന്ന് ഞങ്ങൾക്കറിയാം. അച്ഛൻ പൊയ്ക്കോളൂ, പണം ഞാൻ ജിപേ ചെയ്തേക്കാം. എന്റെ ചക്കി, നീ ഇത് കേട്ടാടി? അവൾ അവന്റെ ഒപ്പം പോണേണെന്ന്. അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കും? പരീക്കുട്ടി ഇതെങ്ങനെ സഹിക്കും? അല്ല, പളനി ഇതെങ്ങനെ സഹിക്കും? അയ്യോ കരുത്തമ്മ, കൊച്ചു മുതലാളി, നീ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? അച്ഛൻ നിർബന്ധിച്ചപ്പോൾ പളനിയുമായി ഞാനൊരു സിറ്റുവേഷൻഷിപ്പിലായി എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്റെ മനസ്സിൽ എന്നും കൊച്ചു മുതലാളിയായിരുന്നു. ഇത് തെറ്റല്ലേ കരുത്തമ്മ? തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല പരി. എന്റെ കരു ఊరికే ఉండదు కాసేపు అస్తమానం నీలోకమే నామై మరపు చితనైతే నువ్వే నన్నా నా నెత్తర కులాసా నీ కలలకి చేసా నీ కోసం వయసు వాకిలి కాసా నా అసలు పోగేసా నీ గుండెకు అచ్చేసా నీ రకకు రంగం సిద్ధం చేసా. ഹലോ, കടൽ ചങ്കീസ് ബാക്ക്. ഇത്തവണ നമ്മളൊരു പുതിയ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ചെമ്പൻസ് ഹോം സ്റ്റേ ഇൻ അസോസിയേഷൻ വിത്ത് കലാമാസ് സീ ഫുഡ് പ്ലാറ്റർ പ്രൊവൈഡ് ബൈ പരീസ് ലൈവ് മ്യൂസിക്. നമുക്കകത്ത് പോയിട്ട് വൈബ് ചെക്ക് നടത്താം. കമോൺ ചങ്ക്സ്, കമോൺ.